ഹലോ ക്ലാസ് 8 മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ മാത്സ് എക്സാം എന്ന കമന്റിൽ ഓണസ്റ്റ് ആയിട്ട് പറയാം മക്കളെ. കഴിഞ്ഞ ദിവസങ്ങളിലെ ലൈവുകൾ കണ്ടുപോയ കുട്ടികളുടെ എക്സ്പീരിയൻസ് എനിക്ക് അറിയണം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അറിയണം. കാരണം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി, മൂസൻ സാർ നോക്കി. എൻ്റെ അഭിപ്രായത്തിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കൊരു ഷുവർ 100 ക്വസ്റ്റ്യൻ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 72 മാർക്സ് ഷുവർ ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തിയറി പ്ലസ് A+ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടവർ ഈ എല്ലാം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ആലോചിച്ച് ലാസ്റ്റ് 2 ദിവസത്തെ ലൈവുകൾ കണ്ടാൽ തന്നെ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കൊരു A+ ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ കമന്റ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം. കാരണം ഞാൻ പ്രൂഫോടെ നിങ്ങൾക്ക് ആൻസർ കീ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ പ്രൂഫ് കാണിക്കുമ്പോൾ, കാരണം നിങ്ങൾ ടീച്ചേഴ്സ് കഷ്ടപ്പെട്ടിരുന്ന് നിങ്ങൾക്ക് ദിവസങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാമിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു തന്ന് നിങ്ങളെ പഠിപ്പിച്ചു. ഓക്കെ, അതിന് റിസൾട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, എക്സാമിൻ്റെ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റും. കോൺസെപ്റ്റ് മനസ്സിലാവേണ്ട, എക്സാമിന് അതേ ക്വസ്റ്റ്യൻ തന്നെ വരുന്നത്. അത് കാണിക്കാനും കൊണ്ട് വേണ്ടിയിട്ടാണ്. അപ്പം വൈകുന്നില്ല, ആൻസർ കീ ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതിൻ്റെ മുമ്പ് മക്കളെ, 9ാം ക്ലാസ്സിൻ്റെ ബാച്ചിൽ അഡ്മിഷൻ മക്കളെ ഒരു ദിവസം കൂടിയുള്ള ഫീ റിഡക്ഷൻ ഉള്ളത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം വേഗം തന്നെ ജോയിൻ ചെയ്തോ. ശരിക്കും ഫീ 6990 ആണ്. ഇപ്പം അഡ്മിഷൻ എടുക്കുന്നവർക്ക് 3497 കിട്ടും. ലൈവ് റെക്കോർഡ് ക്ലാസ്സും എക്സാംസും നോട്ട്സും എല്ലാം കിട്ടുന്നതായിരിക്കും. ഫ്രം മാർച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏപ്രിലൊക്കെ കുറച്ച് ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മെയിൻ ക്ലാസ് നിങ്ങൾ സ്കൂൾ തുടങ്ങുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മാർച്ച് അവസാനം പറയും. ഓക്കെ, 9ാം ക്ലാസ് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം ഞാൻ അവിടെ ഉണ്ടാവും, ആൽഫ ബാച്ചിലുണ്ടാവും. ഓക്കെ റെഡി മക്കളെ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചിട്ട് നമുക്ക് 40 മാർക്കിന് എക്സാം 1.5 മണിക്കൂറാണ്. സമയം ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നമായിട്ടുണ്ടാവും, വരയ്ക്കാനൊക്കെ ഉള്ളതുകൊണ്ട് പറയുക. എന്താണേലും സ്റ്റാറ്റിസ്റ്റിക്സിലെ അതിൽ നിന്ന് 2 ചോദ്യങ്ങൾ വന്നു. അതുകൊണ്ട് തന്നെ 2 സെറ്റ് ഓഫ് ഉറപ്പ് മാർക്ക് കിട്ടാനുള്ള ഒരു ഓപ്ഷനായി. ഹിസ്റ്റോഗ്രാം വരയ്ക്കാനും അതേപോലെ ടാലി മാർക്സ് ഇട്ട് ഫ്രീക്വൻസി ടേബിൾ വരയ്ക്കാനും. അപ്പോൾ ഞാൻ 2 പഠിപ്പിച്ചിട്ടുണ്ടായത്. എല്ലാം പ്രൂഫോടെ കാണിച്ചു തരാം. ബാ. അപ്പോൾ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഔട്ടർ ആംഗിൾ ഓഫ് പോളിഗൺ, റെഗുലർ പോളിഗൺ പഠിച്ചിട്ടുണ്ട്. ഔട്ടർ ആംഗിൾ എന്താ 360/n. അപ്പോൾ എന്താ നമുക്ക് തിരിച്ച് കണ്ടുപിടിക്കണം. എന്താ ഡിഗ്രി തന്നാൽ തിരിക്കുക, n ഇവിടെ തിരിച്ചിവിടെ. അതേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 6 അല്ല ആൻസർ വരിക, 360/66. ഓക്കെ, ആൻസർ എത്ര? 6. ഓക്കെ, ഇൻ ദിസ് പിക്ചർ ABC ഇതാ മൂസിൻ സാർ പഠിപ്പിച്ചിട്ടുണ്ട്. AC = BC. മക്കളെ, ഇൻ ദ പിക്ചർ ABC ട്രയാങ്കിൾ ACയും BCയും ഈക്വൽ ആണെങ്കിൽ മക്കൾ ഒരു ആംഗിൾ 70. ഓക്കെ, മറ്റ് 2 ആംഗിൾ സെയിം ആണ്. 70 180 - 70 എത്ര? 110. 110ന്റെ പകുതി എത്ര വരിക? ആൻസർ വരിക 55. ഓക്കെ, ആൻസർ 55 ആണ്. ഓക്കെ, എനിക്കൊരു ഡയഗ്രാം കാണുന്നില്ല. എനിക്കൊന്ന് ഞാൻ ക്വസ്റ്റ്യൻ ക്രോപ്പ് ചെയ്ത് പോയി കട്ട് ചെയ്തപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം AC = BC ഞങ്ങൾക്ക് വേണം കൺസിഡർ. ഞങ്ങൾക്ക് ഡയഗ്രാം ഇല്ലാതെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ABC ACയും BC ആംഗിൾ C 90 ഡിഗ്രി 70 ഡിഗ്രി. ACയും BC ഈക്വൽ. അവിടെ ACയും BC ആണ് ഈക്വൽ. ഓക്കെ, ഇത് 2 ഈക്വൽ ആണ്. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയി ഈ ആംഗിളും ആണ് ഈക്വൽ. ഓക്കെ, അപ്പം മക്കളെ 70 + 2x എന്ന് വരും. 70 + 2x = 180. 180 70 കുറച്ച് 110. 2x എന്ന് പറയുമ്പോൾ 110ന്റെ പകുതി 55. ഓക്കെ, അതിൻ്റെ ആൻസറും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ അബൌട്ട് പാരലോഗ്രാംസ്. മക്കളെ, പാരലോഗ്രാംസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഈ സ്ക്രീൻഷോട്ട് ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയാണ്, ഞാൻ 1 ഷോട്ട് എന്നാണ് വെച്ചത്. കാരണം യൂട്യൂബിൽ എടുത്ത 1 ഷോട്ട് ഞാൻ കൃത്യമായിട്ട് കണ്ടോ എവിടെ നിന്നാണ് ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാമിൽ എന്ത് ഈക്വൽ ആകുമ്പോഴാണ് ഇവിടെ വരിക, റോംബസ് വരിക, സ്ക്വയർ വരിക, അതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണ്ടേ, എക്സാമിന് തലേന്നുള്ള 1-2 ദിവസം ക്ലാസ് കണ്ടാൽ എക്സാം ഈസി ആണെങ്കിൽ A+ കിട്ടും, A കിട്ടും. പക്ഷേ ഇനിയിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളിപ്പം തലേദിവസം കണ്ടില്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ 1 ഷോട്ടിൽ ഒടിക്കും. അതിനെക്കാട്ടും ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ബാച്ചിലെ ക്ലാസ്സിൽ പഠിപ്പിക്കുക. അത് മനസ്സിലാക്കുക. ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഗുണം എന്ന് വെച്ചാൽ ആദ്യം മുതലേ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. അവസാനത്തെ ദിവസം എക്സാമിൻ്റെ ദിവസങ്ങൾ റിവിഷൻ ഉള്ളി, അത് മതി, അങ്ങനെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ തന്നെ അടുത്ത വർഷം പഠിക്കാനുള്ളൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാക്കി വെക്കുക. ഓൾ പാരലോഗ്രാംസ് ആർ റെക്ടാംഗിൾസ് അല്ല, തെറ്റാണ്. ഓക്കെ, ചില പാരലോഗ്രാംസ് ആണ് റെക്ടാംഗിൾസ്. എല്ലാ റെക്ടാംഗിൾസും പാരലോഗ്രാം ശരി. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലോഗ്രാം ആർ ഈക്വൽ. യെസ്, അതൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഡയഗണൽസ് ഓഫ് പാരലോഗ്രാം പെർപെൻഡിക്കുലർ അല്ല, അത് റോംബസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ എന്താ കറക്റ്റ്? 2 3 മാത്രമേ കറക്റ്റ് ഉള്ളൂ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 2 3 മാത്രം കറക്റ്റ് ഉള്ളൂ. ഓക്കെ, ഇത് മൂസിൻ സാറും ഞാനും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കൺസ്ട്രക്ഷന് വേണ്ടി ആവശ്യമുള്ളതാണ്. ഇനി ട്രയാങ്കിൾ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ 3 സൈഡ്സ് ഇന്റർസെക്ട് അറ്റ് ദ സെയിം പോയിന്റ്, അതാണ് സർക്കംസെന്റർ. യെസ്, the perpendicular bisector of a line is the line that joins the equidistant from both ends. മക്കളെ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ 2 പോയിന്റ്സ് നിന്ന് ഇക്വിഡിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നതാണ്. അതിന് ശരിയാണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 നോക്കുക, ആൻസർ നോക്കുക മക്കളെ. See, both statements are true. Statement 2 is the reason for statement 1. ശരിയാണ്. ഓക്കെ, കാരണം ഇത് 2 മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഇനി പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ, ഒരു ട്രയാങ്കിളിന്റെ എല്ലാത്തിനെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ മീറ്റ് ചെയ്യും സെൻട്രൽ. ഓക്കെ, അത് നല്ല കാര്യമാണ്, ശരിയാണ്. ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടറിന് ഇതാ ഇതെന്താണ്? ഇക്വിഡിസ്റ്റന്റ് പോയിന്റ്സ് ആണ്. ഇത് 2 ഡിസ്റ്റൻസ് സെയിം ആണ്, ഇത് 2 വേറെ ഡിസ്റ്റൻസ് സെയിം ആണ്. 2 ശരിയാണ്. ഓക്കെ, ഓപ്ഷൻ
എയും അല്ല ഓപ്ഷൻ ബിയും അല്ല, അത് ഉറപ്പാണ്. ഇനി ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ലൈൻ ദാറ്റ് ജോയിൻസ് ദ പോയിന്റ് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം ബോത്ത് എൻഡ് ഓഫ് ദ ലൈൻ. ഇനി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും ശരിയാണ്, രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കാരണമാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ രണ്ടും സെയിം ടോപ്പിക്കുമാണ്. അപ്പോൾ നിങ്ങളിപ്പം സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് കൊടുത്താലും കുഴപ്പമില്ല, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് നോട്ട് ദ റീസൺ നോക്കിയേ. ഇത് നോക്കിയേ, ഒരു ട്രയാങ്കിളിലെല്ലാം കൂടി സെൻറ്ററിൽ മീറ്റ് ചെയ്യുന്നതെന്ന കഥയും ഓക്കെ, അതേപോലെ ഇത് ഇക്വിഡിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നതും ഓക്കെ ഓക്കെ ഓക്കെ. ഞാനിവിടെ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ്. എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഞാൻ കമൻസിൽ അറിയിക്കാം. നിങ്ങൾ എന്താ ആൻസർ കൊടുത്തതെന്ന് പറയാം. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കീയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ കമൻസിൽ അറിയിക്കാം. ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് പറയാം. ഇത് പെട്ടെന്ന് എടുക്കുന്നുണ്ട്, ചിലപ്പോൾ 1-2 മിസ്റ്റേക്സ് വരെ. ഇത് മക്കളെ ഐഡന്റിറ്റി x² - y² എഴുതുക, അത് വെച്ചിട്ട് 56 മൈനസ് ദാ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താ മോസിൻ സാർ ചെയ്തിട്ടുണ്ട്. ആൻസർ എത്ര വരിക? 56 - ഇത് ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് ചെയ്യണേ. 12 × 100 1200 അല്ല 1200. ഓക്കെ, ആൽഫ ബാച്ച് സീരിയസ് ആയിട്ട് നിങ്ങൾ ബാച്ച് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. ഓക്കെ, അടുത്തത് ഇതേ മക്കളെ നോക്ക്, ക്വസ്റ്റ്യൻ നോക്ക്. 2/10 + 3/100 + 4/100. മക്കളെ 2 വരെ 7 ആയിപ്പോൾ എത്ര ഉള്ളിൻ്റെ വ്യത്യാസം? ഇതാ ആൻസർ പഠിപ്പിച്ചു, എങ്ങനെ ആഡ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു. ആൻസർ എത്രയാ? 0.234. ഇതാ 3/20 ആൻസർ പഠിപ്പിച്ചോ. ഇതാ എത്ര പ്രാവശ്യം എത്ര ലൈവിൽ അത് ചെയ്തിട്ടുണ്ട്. എത്ര 0.15 സെയിം ക്വസ്റ്റ്യൻ വിത്ത് നമ്പർ ബൈ നമ്പർ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 0.15 0.234. ഓക്കെ, ദ ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ ഇസ് ട്വൈസ് ദ വിഡ്ത്ത്. അയ്യേ, ഇതൊക്കെ അതിനെക്കാട്ടും വലിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. റേഷ്യോവും വെച്ചിട്ട് അതേപോലെ ഇക്വേഷൻ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ വെച്ചിട്ട്. ഇവിടെ എന്താ വെച്ചാൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 2 × ബ്രെഡ്ത്ത് ആയിക്കോട്ടെ. പെരിമീറ്റർ എത്രയാ? പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 42. അപ്പോൾ 2 × L + B. 2 × L + B is 42. ഓക്കെ, ഞാൻ പെട്ടെന്ന് കുറച്ച് സ്റ്റെപ്സ് സ്കിപ്പ് ചെയ്ത് ചെയ്യാൻ പോവാണ്. L + B എന്ന് പറയുന്നത് 21. L പ്ലസ് മക്കളെ L എന്ന് പറയുമ്പോൾ 2B ആണ്. 2B + B എത്രയാ? L എന്ന് പറയുമ്പോൾ 2B, അപ്പോൾ 3B ആണ്. ഇത്ര 21. B എന്ന് പറയുമ്പോൾ 7. ഓക്കെ, 7 സെൻറ്റിമീറ്റർ. L എന്ന് പറയുമ്പോൾ 14 സെൻറ്റിമീറ്റർ കിട്ടി. ഓക്കെ, സ്ക്വയർ കണ്ടെയ്നിങ് 4 നമ്പേഴ്സ് ഇൻ എ കലണ്ടർ. അത് നമ്മുടെ 1 ഷോട്ടിൽ എടുത്തുള്ളൂ. എക്സാമിൻ്റെ തലേ ദിവസം ചെയ്തിട്ടില്ല. ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയാം, കാരണം അത്രേ ഉള്ളൂ. ഓണസ്റ്റിയാണ് എക്സാമിനർ. ഞങ്ങൾ എക്സാമിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ 1 ഷോട്ടിലും ബാച്ചിലും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ചെയ്യുന്നത്. സ്ക്വയർ കണ്ടെയ്ൻസ് മക്കളെ, ഇത് നിങ്ങൾ ഇപ്പോഴത്തെ പുതിയ സിലബസ് 7ാം ക്ലാസ്സിലുണ്ട്, നിങ്ങൾ 8ാം ക്ലാസ്സിലുള്ള സാധനമാണ് കേട്ടോ. നിങ്ങളിപ്പോൾ പണ്ട് 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. സ്ക്വയർ കണ്ടെയ്നിങ് ഓൾ 4 നമ്പേഴ്സിന് കാലണ്ടർ മാർക്സ്. അവരുടെ സം എന്താണ് മക്കളെ? ഇവർ എക്സ് എടുക്കുന്നു, ഇവൻ x+1 എടുക്കുന്നു. താഴെ ഒരാഴ്ച താഴേക്ക് വരുമ്പോൾ x+7, ഒരാഴ്ച റൈറ്റിലേക്ക് പോകുമ്പോൾ x+8. ഇത് 4 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ? 4x വരും. എക്സ് 1ഉം 7ഉം 8ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 16 വരും. 4x + 16 is equal to എത്ര വരുന്നത്? 80. ഓക്കെ, 4x എന്ന് പറയുന്നത് എത്ര? 80. നമുക്ക് 80 70 66 64. ഓക്കെ, 64 വരിക. 64. എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 16. 16-ാം തീയതി വരിക. ഓക്കെ, 16 17 18 18 എത്ര? 23ഉം 24. ഇങ്ങനെയാണ് 4 ദിവസങ്ങൾ വരിക. ഒന്ന് നമുക്ക് ആൻസർ കീ ചെക്ക് ചെയ്യാം. 16 17 23 24 ഇങ്ങനെയാണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. ഇതുപോലത്തെ എല്ലാ ക്വസ്റ്റ്യനും ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ 10 പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ കണ്ടതാ, ഇതേ സെയിം ക്വസ്റ്റ്യൻ അല്ലേ? -3.5 + 5.5. മക്കളെ നടുക്കിൽ പ്ലസ് വരികയാണെങ്കിൽ ഞാൻ എപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കോ 5.5 - 3.5. ആ 0.5 5 - 2 5 - 3 2 -6 - 4 2 -1 ആഡ് 6 + 4 10. പക്ഷേ -10 മൈനസ് ഇടാൻ മറക്കരുത്. ഇതൊക്കെ നമ്മൾ ചെയ്താണ്. 2ഉം -10ഉം ആണ് ആൻസർ. അടുത്തത് ദ ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ. മക്കളെ ഞാനും പഠിപ്പിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ മൂസിൻ സാർ അതേപോലെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ വരിക മക്കളെ? 2x ഉം 3x ഉം 4x ഉം എടുക്കുക. ഓക്കെ, അവർ ആംഗിൾസ് ആഡ് ചെയ്ത് എത്രയാ? 180 കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് എത്ര കിട്ടുക? നമുക്ക് കിട്ടുക 5 6 x 20 കിട്ടും. x 20 ആണ് 40 ഡിഗ്രി 60 ഡിഗ്രി 80 ഡിഗ്രി. കറക്റ്റ് അല്ലേ? 40 60 80 അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഒന്ന് മൂസിൻ സാർ ഇവിടെ പഠിപ്പിച്ചത്. ഓക്കെ, റെഡി. ആ പോയിന്റ് ഡിവൈഡ്സ് ലൈൻ 40 ആ സെയിം ഡിവിഷൻ ടൈപ്പ് റേഷ്യോ ക്വസ്റ്റ്യനും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വരിക? 14 നമ്മൾ 1:4 മുറിച്ചാൽ ഞാൻ ഇവിടെ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം 2.8 വരും, മറ്റേ ഭാഗം 11.2 സെൻറ്റിമീറ്റർ അല്ലേ? 2.8 11.2 ആണ് വരിക. ഓക്കെ, ട്രപ്പീസിയം ക്വസ്റ്റ്യൻ അതേപോലെ വന്നിട്ടുണ്ട്. ഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇവിടെ ഇങ്ങനെ വരയ്ക്കുക ഐസോസെലസ് ട്രയാങ്കിൾ, പിന്നെ പാരലോഗ്രാം പോലെ വരയ്ക്കുക. ഓക്കെ, എങ്ങനെയാണെന്നൊക്കെ മൂസിൻ സാർ പഠിപ്പിച്ചിട്ടുണ്ട്, വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഇതും വീണ്ടും ഓണസ്റ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ എക്സാമിൻ്റെ തലേ ദിവസങ്ങൾ ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങളുടെ A+ ക്വസ്റ്റ്യൻ്റെ സമയത്തും അതേപോലെ 1 ഷോട്ട്, ഇത് 1 ഷോട്ടിൽ സ്ക്രീൻഷോട്ട് ഞാൻ വെച്ചത്, അതിൽ നമ്മൾ ഈ പ്രൂവ് ദാറ്റ് ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ പ്രൂവ് ദാറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്
കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഉണ്ട്. ഇതൊക്കെ എക്സാമിന് കഴിഞ്ഞ വർഷങ്ങളിൽ വരാത്ത ടൈപ്പ് ക്വസ്റ്റനാണ്. പക്ഷേ നമ്മൾ വൺ ഷോട്ടിലും ബാച്ചിലും പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റനാണ്. പ്രൂവ് ദാറ്റ് എനി ക്വാഡ്രാറ്ററൽ വിത്ത് പെയർസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ എ പാരലോഗ്രാം. അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രൂഫ് കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അടുത്ത പേജിൽ കേട്ടോ. ഈ സ്റ്റെപ്പുകൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക ഒരു ക്വാഡ്രാറ്ററൽ വരച്ചിട്ട്. In the parallelogram, the lines joining the midpoints, the same question, lines joining the midpoints, okay. Prove that EF and GH bisect each other. ഇതും കാണിക്കണം. ഇതൊരു പാരലോഗ്രാം എന്ന് കാണിക്കാൻ പറ്റും. എന്താ ഈ ആംഗിളും ഈക്വൽ ആണെന്ന് കാണിക്കണം. അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ പ്രൂഫ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പേജിൽ. നിങ്ങൾ ഒന്നെങ്കിൽ ഈ ആൻസർ ഈ ക്വസ്റ്റിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാർ സ്റ്റെപ്പിന് മാർക്ക് കിട്ടുമല്ലോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ അറിയില്ല, അങ്ങനെയാണ്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ക്വസ്റ്റ്യൻ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞതാണ്. നിങ്ങൾ 2 ടൈപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്വസ്റ്റ്യൻ പഠിക്കേണ്ടത്. ഹിസ്റ്റോഗ്രാം വരയ്ക്കണം, ഫ്രീക്വൻസി ടേബിൾ. ടാലി മാർക്ക് വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇവിടെ ആൻസർ ഞാൻ വേഗം കൊടുക്കാം, ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? നമ്മൾ ഫ്രീക്വൻസി ടേബിളിൽ 30 to 35 5, ഇവിടെ 5, ഇവിടെ 10, ഇവിടെ 5. അത് വേണേൽ നമ്മൾ കൊടുത്തരാം. 5 5 10 5 5 5 10 5 അതാണ് ഇവിടെ കൊടുക്കുന്നത്. 35 to 40 5 40 10. ഓക്കെ, 5 5 10. ഓക്കെ, റെഡി. ഇനി എന്താണ് ചോദിച്ചത്? എന്താണ് മക്കളെ? ഹൗ മെനി ചിൽഡ്രൻസ് 40 to 50. 40 to 50 ഈ 10 5 കൂട്ടിയാൽ 15 വരിക. ഓക്കെ, റെഡി. റൈറ്റ് ദ ഫ്രാക്ഷൻസ്. മക്കളെ എല്ലാ ലൈവിലും എല്ലാ പ്രാവശ്യം ചാപ്റ്റർ എടുക്കുമ്പോൾ ഇതെന്താണ് ഡെസിമൽ ഫോം എടുക്കുമ്പോൾ ഇത് ഞാൻ കാണിക്കും. ഇമ്പോർട്ടൻറ്റ് ചക്കപക്ഷരം പോലെ ഹോംവർക്ക് തന്നു, രാവിലെ മോർണിംഗ് ബൂസ്റ്ററിൽ ചെയ്തു. ഓക്കെ, കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. 5/6 1/9 ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ് കണ്ടവർക്ക് അറിയാം, ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അതിലിപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ പറയുന്നുണ്ട് ഡെസിമൽ. നമ്മളിത് ചെയ്ത് വരുമ്പോൾ ആദ്യം 1/3 = 3/10 + 1/30 എന്ന് പറയും. ഓക്കെ, അടുത്ത പിന്നെന്താണ് 1/3 = 33/100 + 1/300 എന്ന് പറയും. 1/300. ഇനി ഇവർ പറയാൻ 1000 വ്യത്യാസമുള്ളതാ. അത് എത്ര? 1/3 = 333/1000 + 1/3000. കണ്ടോ, ഇതാണ് എഴുതേണ്ടത്. ഇതാണ് അവർക്ക് രണ്ടാമത്തെ ചോദ്യത്തിൽ വേണ്ടത് കേട്ടോ. ഓക്കെ, അതും കിട്ടി. ഇനി മക്കളെ ഇത് നമ്മൾ എല്ലാ പ്രാവശ്യം ഞാൻ ഈ ചാപ്റ്റർ ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ 100 ഷുവർ ക്വസ്റ്റ്യൻ ദിവസം. ഇത് കഴിഞ്ഞ ദിവസം 72 ഷുവർ ക്വസ്റ്റ്യൻസ്, 72 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. അലക്സാർ വരെ സോൾവ് ചെയ്തു. ഇതെന്താ ക്വസ്റ്റ്യൻ? 1/9 ഫോമിൽ എത്രയാ? 0.111. ഓക്കെ, 0.111 ... 5/9. ഇത് 5/9 മൈനസ് എത്രയാ? 5/9 - 1/9 എത്ര വരിക? 4/9. 4/9 എന്ന് പറയുമ്പോൾ 0.4444 ... ഡെസിമൽ ഫോമിൽ എഴുതണേ. ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ അതേപോലെ അല്ലേ? ഇതാ ഈ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 0.222. ഇതാ ഇതല്ലേ ക്വസ്റ്റ്യൻ. വീണ്ടും എന്താണ്? 2/9. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. 0.222 0.44 0.11. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2 sides ഓഫ് പാരലോഗ്രാം. വീണ്ടും വൺ ഷോട്ടിന് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. കാണിച്ചു വരയ്ക്കുന്ന ക്വസ്റ്റ്യനും ചെയ്ത ക്വസ്റ്റ്യനൊക്കെ കാണിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് പാരലോഗ്രാം ½ BH. ഓക്കെ, ½ BH ഇടുക, 28 കിട്ടിക്കോളും. ഓക്കെ, ½ BH അല്ല, ഹാഫില്ല, വെറും BH കേട്ടോ. ട്രയാങ്കിളിലാണ് ½ BH. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ അതേപോലെ മൂസിൻ സാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആൻസേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്? PB 6 cm, വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ C ഇത് 4 cm, ഇത് 52 cm². ഓക്കെ, പിന്നെ മക്കളെ ഇതിൻ്റെ ഓപ്പോസിറ്റ് പാരലോഗ്രാമിൻ്റെ അടുത്ത് എന്താണ്? ട്രപ്പീസിയത്തിന് പാരലോഗ്രാമിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് ആൻസർ 32 വരുന്നുണ്ട്, 15 17 ആണ് സൈഡുകൾ വരുന്നത്. ഓക്കെ, ഇനി വീണ്ടും നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഹിസ്റ്റോഗ്രാം ക്വസ്റ്റ്യൻ. നേരെ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ഉള്ളൂ. 10 to 20. മക്കളെ ഇവിടെ ഗ്യാപ്പ് ഇടാൻ മറക്കരുത് കേട്ടോ. ഇതിൻ്റെ 7 ഇതൊക്കെ സിമ്പിളാണ്. ഓക്കെ, ഇത് നേരെ നമ്മൾ ഇന്ന് രാവിലെ പ്രാക്ടീസ് ചെയ്തു, ഇന്നലെ പ്രാക്ടീസ് ചെയ്തു. ഈ ലോകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ കൊണ്ട് ഒരു പ്രശ്നം വരില്ല ഇത്. അപ്പോൾ അതോടെ ഹിസ്റ്റോഗ്രാമും കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. എൻ്റെ അഭിപ്രായത്തില്ല, ഫാക്ച്വലി പറയാണ്, നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളുടെ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈസിലി A+ കിട്ടും. ഓക്കെ, A+ കിട്ടും. ഇനി നിങ്ങൾ കഴിഞ്ഞ ദിവസം 100 ഷുവർ ക്വസ്റ്റ്യൻസ്, പിന്നെ തിയറി പ്ലസ് ആ ലൈവും, പിന്നെ A ഗ്രേഡ് ക്വസ്റ്റ്യൻസ് കണ്ടാൽ ഉറപ്പാണ് ഫുൾ മാർക്ക് എന്ന്. ഓക്കെ, പിന്നെ ആദ്യം മുതലേ ബാച്ചിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾ ആദ്യം മുതലേ വൺ ഷോട്ടും കാണുന്നുണ്ട്, എല്ലാം കണ്ട് പഠിക്കുന്ന കുട്ടികളാണ്. ഡെഫിനറ്റ്ലി ഒരു സംശയമില്ല, ഈസിലി ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ എക്സാമിൻ്റെ സമയത്ത് ചിലപ്പോൾ ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ യൂണിറ്റ് എഴുതാൻ മാറോ അങ്ങനെ 1-2 മാർക്ക് പോയിരിക്കാം, എന്നാലും കുഴപ്പമില്ല, A+ അല്ലേ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ നെക്സ്റ്റ് എക്സാം. 9ാം ക്ലാസ്സിൽ അലൻ സാർ ഉണ്ടാകുന്നതായിരിക്കും. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. 9ാം ക്ലാസ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടു ക്ലാസ്, ഇങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ട്, നല്ല ടീച്ചേഴ്സാണെന്ന് തോന്നുന്നത്, ഡെഫിനറ്റ്ലി നിങ്ങൾ ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഫീസ് ഇപ്പോൾ റിഡക്ഷൻ ഉണ്ട്, നാളെയും കൂടി ഉള്ളൂ ഈ ഓഫർ പ്രൈസ്. ജോയിൻ ചെയ്യണം, ഈ നമ്പറിലോ കോൺടാക്ട് ചെയ്യുക. പേരൻസിനോട് പറയാം, അവർ അഡ്മിഷൻ എടുത്ത് തരും. ഓക്കെ മക്കളെ, അപ്പോൾ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. അടുത്ത എക്സാം തകർക്കുക. പിന്നെ അലൻ സാർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട.